ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്ലഷ് വിത്ത് ആര്യ. ഇന്നൊരു കിഡിലനായിട്ടുള്ളൊരു ഫേസ് പാക്ക് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ആക്നെ പ്രോൺ സ്കിന്നുള്ളവർക്ക് ഫേസ് പാക്ക് ഇടാൻ തന്നെ ചിലർക്കൊരു പ്രശ്നം എന്ന് പറയുന്നത് ഫേസിൽ ബ്രേക്ക് ഔട്ട്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പേരും ഫേസ് പാക്കുകളൊന്നും ഉപയോഗിക്കാറില്ല. കുരുക്കൾ പോകാനുള്ള ഫേസ് പാക്ക് ഇടും എന്നല്ലാതെ വേറെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനുള്ള ഫേസ് പാക്കൊക്കെ ഇടാൻ ചിലർക്കൊക്കെ പേടിയായിരിക്കും, ഫേസിൽ ഇനിയും കുരുക്കൾ വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലായി ഉള്ളവർക്കും അതുപോലെ തന്നെ ആക്നെ പ്രോൺ സ്കിന്നുള്ളവർക്കും നോർമൽ സ്കിന്നും കോമ്പിനേഷൻ സ്കിന്നുള്ളവർക്കൊക്കെ എല്ലാവർക്കും ഉപയോഗിക്കാം. പിന്നെ നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, എൻ്റെ ഡ്രൈ സ്കിൻ ആണ്. അങ്ങനെയുള്ളവർക്കും ഈ ഒരു ക്രീം, ഇതൊരു ഫേസ് ക്രീമാണ്. ഡോക്ടർ ദിവ്യ നായർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ക്രീമാണ്, നൈറ്റ് ക്രീമാണ്. ഞാനിതൊരു ഫേസ് പാക്ക് അല്ലെങ്കിൽ ഫേസ് ഒരു നൈറ്റ് ക്രീമായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് അത് ഞാൻ ഒരു പാക്ക് പോലെയുണ്ട് ഞാൻ ഇടുന്നത്. അത് കുറച്ച് നേരം വെച്ചതിന് ശേഷം ഞാൻ വാഷ് ചെയ്ത് കളയാണ്. നൈറ്റ് അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ഫുള്ളായിട്ട് ഇട്ടിട്ട് രാവിലെ വരെ ഇട്ടിട്ട് കിടക്കുന്നില്ല. ജസ്റ്റ് ഒരു ഞാൻ ഇപ്പോൾ കാണിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ഇത് ഇട്ടിട്ട് ഉപയോഗിക്കാറുള്ളത് കേട്ടോ. എനിക്ക് ഈ ഒരു നൈറ്റ് ക്രീം ഫസ്റ്റ് ഉപയോഗിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു മാറ്റം ഫേസിൽ കാണാനായിട്ട് പറ്റി. ഫേസ് നന്നായിട്ട് ഒരു ഭയങ്കര കൂളിംഗ് എഫക്റ്റാണ് ഇത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം. അതുപോലെ തന്നെ ഫേസിൽ ഭയങ്കര സോഫ്റ്റ് ആയ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ കുറച്ച് നന്നായിട്ട് ഫേസ് ഒരു ഗ്ലോ വന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും, ബ്രൈറ്റൺ ആയ പോലെയൊക്കെ ഫീൽ ചെയ്യും. ഒരേ തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി ഈ ഒരു നൈറ്റ് ക്രീം ഉപയോഗിച്ച് വെച്ച് നമുക്ക് നല്ല ഫേസ് നല്ലൊരു സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും സ്കിന്നിലുണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻസ് ഒക്കെ മാറ്റാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ആക്നെ പ്രോൺ സ്കിന്നുള്ളവർക്കൊക്കെ ഓയിലി സ്കിന്നുള്ളവർക്ക് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു നൈറ്റ് ക്രീമാണ്, ഫേസ് ക്രീം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം, അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു നൈറ്റ് ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വരാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ഫേസ് ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്നുമില്ലെങ്കിൽ സാധാരണ കാപ്പിപ്പൊടി എടുക്കാം, അല്ലെങ്കിൽ ബ്രൂവിൻ്റെ കാപ്പിപ്പൊടി എടുക്കാം കേട്ടോ. അപ്പോൾ സാധാരണ കാപ്പിപ്പൊടി എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അരിക്കണം. ബ്രൂവിൻ്റെ ആണെങ്കിൽ എന്തായാലും അരിക്കണം. ഈ ഒരു സാധാരണ കാപ്പിപ്പൊടി എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ തരി വരാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. പിന്നെ കൂടുതൽ എഫക്റ്റും ബ്രൂവിൻ്റെ കോഫി പൗഡറാണ് കേട്ടോ. അപ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ളൊരു വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കോൺഫ്ലവർ പൊടി, ചോളത്തിൻ്റെ പൊടിയാണ്. ഈസിലി നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒന്നാണ് കേട്ടോ. അത് 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഫേസ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നെക്സ്റ്റ് ഇനി എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കുറുക്കിയെടുക്കുക, ഒരു ക്രീമിൻ്റെ പരുവത്തിലാക്കി എടുക്കുക കേട്ടോ. ഇത് നമുക്ക് ഒരു മിനിറ്റ് അതിനുള്ളിൽ തന്നെ ഇത് പെട്ടെന്ന് കുറുകി വരും, കോൺഫ്ലവർ ചേർത്തത് കൊണ്ട് തന്നെ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കട്ടിയായിട്ട് വരുത്തണ്ട, ഞാൻ ഈ കാണിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുത്താൽ മതി. നമ്മൾ കുറച്ചാക്കും തോറും ഇങ്ങനെ കുറുകി വരും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് എടുക്കേണ്ടത്. അതിനുശേഷം ഇത് താനെ ഇരുന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊരു ക്രീമിൻ്റെ പരുവത്തിൽ നമുക്കിത് കിട്ടും. ഇത്രയേ ഉള്ളൂ. അതിനുശേഷം ആറിയതിന് ശേഷം നമ്മളൊരു ബൗളിൽ എന്തെങ്കിലും ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഈ ഒരു ഫേസ് ക്രീം തയ്യാറാക്കുന്നത് ചൂടാറുമ്പോൾ താനെ കട്ടിയായിട്ട് ഇതുപോലെ വരും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രീമിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. നമുക്ക് ഫേസിൽ ഞാനത് അപ്ലൈ ചെയ്യുന്നത് ഒരു ക്രീമിൻ്റെ ഫേസ് പാക്ക് പോലെയാണ് ഞാനത് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ക്രീം നമ്മൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഫേസിൽ തിക്ക് ലെയറായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ക്രീമിൻ്റെ പരുവത്തിലാക്കിയിട്ട്, അതായത് നൈറ്റ് ഫുള്ളായിട്ട് ഇട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ ഡോട്ട്സ് ആയിട്ട് ഇട്ട് കൊടുത്ത് ജസ്റ്റ് മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ തിക്ക് ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 30 മിനിറ്റ് വെച്ചതിന് ശേഷം ഫേസിൽ നിന്ന് വാഷ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കോഫി പൗഡർ നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സാധാരണ കോഫി പൗഡർ എടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ ബെറ്റർ എന്ന് പറയുന്നത് ബ്രൂവിൻ്റെ കോഫി പൗഡറാണ് കേട്ടോ. അപ്പോൾ കോൺഫ്ലോർ പൊടി നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാൻ, എക്സസ് ആയിട്ട് വരുന്ന ഓയിലൊക്കെ അതൊക്കെ കൺട്രോൾ ചെയ്യാനും, പിന്നെ ആക്നെ പ്രോൺ സ്കിന്നൊക്കെ അടിപൊളിയാണ് കോൺഫ്ലവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ക്രീമായിട്ട് നമ്മൾ ഫേസിൽ ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുത്ത് സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സ്കിൻ നന്നായിട്ട് സ്മൂത്ത് ആവാനും നല്ല സപ്പിളായിട്ട് ഇരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ആക്നെ പ്രോൺ സ്കിൻ, ഓയിലി സ്കിന്നൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഫേസ് പാക്കും കൂടിയാണ് കേട്ടോ ഈ ഒരു നൈറ്റ് ക്രീം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 30 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാനിത് ഫേസ് വാഷ് ചെയ്യണം. സാധാരണ പച്ചവെള്ളത്തിൽ അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ വേണമെങ്കിൽ കഴുകാം കേട്ടോ. അപ്പോൾ അപ്പോഴത്തെ ഇട്ടതിന് മുമ്പും ഇട്ടതിന് ശേഷം നല്ലൊരു ഡിഫറൻസ് നമുക്ക് ഫേസിൽ കാണാനായിട്ട് വരും. നല്ല സ്കിൻ നന്നായിട്ട് സ്മൂത്തായി നല്ല കൂളിംഗ് എഫക്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു നൈറ്റ് ക്രീം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് വേണം
എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഫേസ് ഫുള്ളായിട്ടൊന്ന് അബ്സോർവ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ കിടന്നുറങ്ങാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്ത പോലെ ഫേസിൽ പാക്ക് ഇട്ടിട്ട് ഒരു കുറച്ച് ഒരു അരമണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം ഫേസ് വാഷ് ചെയ്യാം. അതാണ് കുറച്ചും കൂടി ബെറ്റർ. അല്ലെങ്കിൽ നമുക്ക് ഫേസ് കുറച്ച് സ്റ്റിക്കി ആയിട്ടൊക്കെ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ താല്പര്യമില്ലാത്തവർ ഇങ്ങനെ ചെയ്താലും മതി. ഇങ്ങനെ ചെയ്താലും നല്ല റിസൾട്ട് കിട്ടും. ഡെയിലി നമ്മൾ ചെയ്താൽ മതി. പിന്നെ ഇതെങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ബാക്കി വരുന്നത് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക. ഒരു 4 ദിവസം മാക്സിമം ഓയിൽ വെച്ചാൽ മതി. അതിൽ കഴിഞ്ഞാൽ അതിനുള്ളിൽ തീർത്തിട്ട് പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ട് വീണ്ടും ഉപയോഗിക്കാം കേട്ടോ. ഒരു കിഡിലൻ ഫേസ് ക്രീം തന്നെയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഒറ്റ യൂസിൽ തന്നെ നമുക്ക് ആ ഒരു ഫേസിൽ നല്ല ഒരു മാറ്റം നമുക്ക് കാണാനായിട്ട് വരും. അപ്പോൾ കിഡിലൻ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻസ് ഉണ്ട്, ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, ഫേസ് ഫുള്ളായിട്ട് ഡള്ളായിട്ട് ഇരിക്കണം, ഫേസ് ഒന്ന് ബ്രൈറ്റൻ ചെയ്യണം, സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് വെച്ചാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി നൈറ്റ് ക്രീമാണ്. വീട്ടിൽ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ട്സ് വരാനുള്ള ചാൻസ് എല്ലാം പറഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെച്ച് ഇനി ആയിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.